നമസ്കാരം. കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് ചെയ്യണം, ഒരു പ്രാർത്ഥന നടത്തണം എന്ന് പറഞ്ഞു. ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ്, അത് ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല, 30 വയസ്സുള്ള വരെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു മെസ്സേജ്. ഉപദേശം എന്ന് പറയാൻ പറ്റില്ല ഇതിന്, കാരണം ഉപദേശിക്കാനുള്ള അത്രയിൽ അറിവുള്ള ഒരാളല്ല ഞാൻ. പക്ഷെ അനുഭവങ്ങളിലൂടെയുള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് ഒന്ന് സംവദിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അത് കുഞ്ഞു കുട്ടികളായാലും 30 വയസ്സുള്ളവർ. എന്തുകൊണ്ട് 30 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 15 വയസ്സ് കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരടുത്തൊരു ഘട്ടത്തിൽ പ്ലസ് ടുവിലേക്ക് കടക്കാൻ പോവുകയാണ്. പ്ലസ് ടു ഉള്ളവർ അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാർ ഒരു 20-25 വയസ്സുള്ള ആൾക്കാർ ഒരു ജോലികൾക്ക് ട്രൈ ചെയ്യുന്ന സമയമാണ്. 30 വയസ്സ് ഏകദേശം ഒരു ആവറേജിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. 30 വയസ്സാകുമ്പോൾ ഇത് ജോലി കിട്ടിയൊരു പക്ഷേ അടുത്ത് കല്യാണം കഴിഞ്ഞ് അടുത്ത് സെറ്റിൽ ആവാനുള്ളൊരു ടൈമായി. ഇതൊക്കെ ഒരു ആവറേജാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങൾ വരാം. പക്ഷെ അത്ര ഒരു ആൾക്കാരോട് പറയാനുള്ളത്, ഇവരെല്ലാവരും അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഒരു ആഗ്രഹത്തോടു കൂടി കടക്കണം. ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാർ അടുത്തൊരു ഘട്ടത്തിൽ കടക്കുമ്പോൾ അടുത്ത കോഴ്സ് എടുത്ത് ആ കോഴ്സിൽ ഉന്നത വിദ്യാഭ്യാസം നേടണം എന്ന ആഗ്രഹത്തോടു കൂടി നടക്കണം. പ്ലസ് ടു 10ാം ക്ലാസ്സിന് പ്ലസ് ടുവിലേക്ക് കിടക്കുന്ന ആൾക്കാരും ഒരു ആഗ്രഹമുണ്ട് അവർക്ക്. പ്ലസ് ടു കഴിഞ്ഞാൽ നല്ലൊരു ഇതിലേക്ക് എത്തണം, അതിനുവേണ്ടി പ്ലസ് ടുവിൽ നല്ല മാർക്ക് മേടിക്കണം, അതിന് എൻട്രൻസ് കോച്ചിങ് അത്തരം കോച്ചിങ്ങൾക്ക് പോകണം, ഒരു ആഗ്രഹമുണ്ട്. പഠിപ്പ് കഴിഞ്ഞ ആൾക്കാർ ജോലിക്ക് ശ്രമിക്കുമ്പോൾ അതൊരു ആഗ്രഹമാണ്, നല്ലൊരു ജോലി ലഭിക്കണം, നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടണം, അല്ലെങ്കിൽ നല്ലൊരു ഗവൺമെൻറ് ജോലി കിട്ടണം, അങ്ങനെ പല ആഗ്രഹങ്ങൾ. അല്ലെങ്കിൽ വിദേശത്ത് പോയിട്ട് ജോലി നേടണം, പഠിക്കണം, അങ്ങനെ ഒരു ആഗ്രഹങ്ങളോട് കൂടിയിട്ടാണ് എന്തും നമ്മൾ ആരംഭിക്കുക. നമുക്ക് തുടക്കം കിട്ടണ ഒരു ഊർജം, ആ ഒരു എനർജി, അതിനെ ഉപയോഗിക്കുന്ന നമുക്ക് പെട്രോൾ, അത് നമുക്ക് കിട്ടുന്നത് ആഗ്രഹങ്ങളിൽ നിന്നാണ്. ആഗ്രഹം ഇല്ലാണ്ട് നമുക്കൊന്നും ആരംഭിക്കാൻ പറ്റില്ല. ആരംഭിച്ചാൽ അത് എത്തില്ല എവിടെയും. നമുക്ക് ആഗ്രഹം വേണം, അത് എല്ലാവരിലും ഉണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും ആ ഒരു ഊർജ്ജം ഉണ്ടാവും. പക്ഷെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ മറ്റേ പെട്രോൾ കഴിഞ്ഞ് വണ്ടി നിൽക്കണ പോലെ കുറേ ആൾക്കാരുടെ പ്രവർത്തനങ്ങൾ കുറയും, പിന്നെ വണ്ടി ഓടാണ്ടാവും. പക്ഷെ കുറേ പേര് ഭംഗിയായിട്ട് ഓടിച്ച് കൊണ്ടുപോവുകയും ചെയ്യും. അവിടെ എന്തുകൊണ്ടാണ് ഈ രണ്ട് ഡിഫറൻറ്റ്? അവിടെ നമുക്ക് ആവശ്യമുള്ളത് കഠിന അധ്വാനമാണ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാണ്ട് ആരും എവിടെയും എത്തിയിട്ടില്ല. നമ്മൾ വിജയിച്ച ഒരാളെ കാണുമ്പോൾ, നമ്മളൊരു ഉദാഹരണത്തിന് നല്ലൊരു പന്ത് കളിക്കാരനെ കാണുന്നു, ഒരു ക്രിക്കറ്റ് കളിക്കാരനെ കാണുന്നു, അയാളെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അയാൾ ആ പൊസിഷനിൽ എത്തിയതിനു മുമ്പ് കാലത്ത് 5 മണിക്ക് തണുപ്പുള്ള സമയത്ത് അയാൾ ഉറക്കം കളഞ്ഞ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യണതിൻ്റെ അവസാന റിസൾട്ടിലാണ് അയാൾ നിൽക്കുന്നത്. അയാൾ നഷ്ടപ്പെടുത്തിയ കുറേ സുഖങ്ങളുണ്ട്. കാരണം കാലത്ത് നല്ല തണുപ്പ് മഴയുള്ള സമയത്ത് കടന്നുറങ്ങണ സുഖം അയാൾ ത്യജിക്കുകയാണ് വലിയൊരു കാര്യത്തിന് വേണ്ടി. അപ്പോൾ ചില ത്യജിക്കലുകൾ, ചില നഷ്ടപ്പെടുത്തലുകൾ, ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് വലിയ വിജയങ്ങൾക്ക് വേണ്ടി വരും. അപ്പം നമ്മൾ ആ ഹാർഡ് വർക്കിലേക്ക് നമ്മൾ എന്നും എല്ലാ ദിവസവും നമുക്ക് തുടക്കാമെന്ന് വിചാരിക്കുക. അത് മനസ്സിൽ വിചാരിച്ച് കാലത്ത് എണീക്കുക, വന്ന് ആ ദിവസത്തിൽ എന്ത് ചെയ്യാൻ നമുക്ക് പറ്റും, ആ 24 മണിക്കൂറിൽ നമുക്ക് നമ്മുടെ ഒരു ടാർഗറ്റ് വെച്ചാൽ ലക്ഷ്യത്തിലേക്ക് ഓടിയെത്താൻ അന്ന് എത്രത്തോളം കിലോമീറ്റർ ഓടണം, എത്രത്തോളം ചെയ്യുവാൻ പറ്റും എന്ന് വിചാരിച്ച് കാലത്ത് എണീക്കുക. അന്നത്തെ ഡ്യൂട്ടി അന്ന് നിർവഹിക്കുക, അടുത്ത ദിവസത്തെ ഡ്യൂട്ടി നിർവഹിക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്തു പോവുക. കാരണം നിങ്ങളുടെ മുമ്പിൽ വിജയിച്ച ആൾക്കാരുടെ ജീവിതങ്ങൾ പഠിക്കുക. ആ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, ഇവരെല്ലാവരും അവരുടെ കുറേ സുഖങ്ങൾ ത്യജിച്ചത് കൊണ്ടാണ് ഇപ്പോൾ വലിയൊരു സുഖത്തിലെത്തി നിൽക്കുന്നത്, വലിയൊരു വിജയത്തിലെത്തി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി തയ്യാറാവണമെങ്കിൽ നമ്മൾ നഷ്ടപ്പെടുത്തേണ്ട, നമ്മുടെ ആ സമയത്ത് നഷ്ടപ്പെടുത്ത കുറേ സുഖങ്ങളുണ്ട്, അത് നഷ്ടപ്പെടുത്തി മുന്നേറുക. ആ ഊർജ്ജത്തിലാണ് നിങ്ങളുടെ അടുത്ത ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇതൊക്കെ ചെയ്തിട്ടും ചിലവർക്ക് എത്താൻ പറ്റില്ല. അവിടെയാണ് നമുക്കറിയാത്ത പ്രകൃതിയുടെ ഒരു അനുഗ്രഹം, ഭഗവാന്റെ അനുഗ്രഹം.
നമ്മളൊരു പാചകക്കൂട്ടിൽ അവസാനം കൊണ്ടൊഴിക്കുന്നൊരു റെസിപ്പി, അത് സീക്രട്ട് റെസിപ്പിയാണ്. ഒരു അവസാനത്തെ ഒരു കൂട്ട്, ആ കൂട്ട് ചേരുമ്പോഴാണ് അത് പൂർണ്ണമാവുള്ളൂ. ആ കൂട്ട് പക്ഷെ നമ്മുടെ കയ്യിലല്ല, അത് നമ്മുടെ കയ്യിൽ നമുക്ക് പറ്റൂല. നമ്മൾ ഉദാഹരണത്തിന് 2 പേര് ഹാർഡ് വർക്ക് ചെയ്തു, 2 പേർക്ക് ഒരേ റിസൾട്ടാണ് കിട്ടുക? അല്ല, ഒരാൾക്ക് കുറച്ച് കൂടുതൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടായിരിക്കും, അവർക്ക് സ്കില്ലുണ്ട്, ആൾക്ക് സ്കില്ലുണ്ട്, ആൾക്കൊരു ജന്മനാ കിട്ടിയൊരു സംഭവമുണ്ട്, അങ്ങനെ പറയും. അപ്പോൾ അവന് ജന്മനാ കിട്ടിയ കഴിവാണ് ആ പാട്ട് പാടുന്നത്. അല്ലെങ്കിൽ ജന്മനാ കിട്ടണ, ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറെ കുറിച്ച് പറയും ആൾക്ക് ജന്മനാ കിട്ടിയൊരു ഇതുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ കഠിനാധ്വാനം നടത്തിയ എത്ര ക്രിക്കറ്റർമാരുണ്ട്, പക്ഷേ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ അത്ര റിസൾട്ട് കിട്ടില്ല. കാരണം ആൾക്ക് ജന്മനാ കിട്ടുന്ന സാധനം. അപ്പോൾ അത് നമ്മുടെ കയ്യിലുള്ള സാധനമല്ല, അത് നമുക്ക് ഔട്ട്സൈഡിൽ നിന്ന്, പുറത്തുനിന്ന് കിട്ടുന്നതാണ്. ആ പുറത്തുനിന്ന് കിട്ടുന്നത് എന്താണ്? അതിനെയാണ് നമ്മൾ ബ്ലെസ്സിങ്, അനുഗ്രഹം എന്ന് പറയുക. അപ്പം നമ്മുടെ ജീവിതത്തിൽ അവസാനത്തെ ആ ഒരു റെസിപ്പി, ആ സീക്രട്ട് സാധനം നമ്മുടെ പ്രവർത്തനത്തിൽ, നമ്മുടെ ഹാർഡ് വർക്കിൽ ഉൾപ്പെടുത്താൻ പറ്റിയാൽ നമുക്കത് പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അത് അതിനു വേണ്ടി എന്ത് ചെയ്യണം? ആ റെസിപ്പി, ആ സീക്രട്ട് റെസിപ്പി, എന്താ പറയുക, ആ രഹസ്യം നമുക്ക് കിട്ടണം. അതെന്ത് ചെയ്യാൻ പറ്റും? അതാണ് പ്രാർത്ഥന. നമ്മൾ പ്രകൃതിയോട് പ്രാർത്ഥിക്കുക, ദൈവങ്ങളോട് പ്രാർത്ഥിക്കുക. ഞാൻ ഒരു മുരുകഭക്തൻ എന്നുള്ള ലെവലിൽ ഞാൻ പറയുക, മുരുകഭവനോട് പ്രാർത്ഥിക്കുക. നിങ്ങൾ 24 മണിക്കൂറിൽ ഒരു 10 മിനിറ്റ് സമയം, വെറും 10 മിനിറ്റ് സമയം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദൈവത്തിനോട് കൂടി ചെലവഴിക്കുക. നീ യുക്തിവാദികളാണെങ്കിൽ പ്രകൃതിയോട് ചെലവഴിക്കുക, അല്ല ഇഷ്ടദൈവങ്ങളോട് ചെലവഴിക്കുക. ഞാൻ പറയുക മുരുകഭവനോട് ചെലവഴിക്കുക. കാരണം ഞാൻ ഒരു മുരുകഭക്തനാണ്, എനിക്കതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റും. മുരുകഭക്തനായി അദ്ദേഹത്തിനോട് ചെലവഴിക്കുക. ഒരു 10 മിനിറ്റ്, 24 മണിക്കൂറിൽ എല്ലാം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ എല്ലാത്തിനും മുമ്പോ, ഒന്നുകിൽ കാലത്ത് എണീറ്റ് വശം ആ ദിവസം തുടക്കം ഇടുന്നതിന് മുമ്പ് 10 മിനിറ്റ് നിങ്ങളും ഭഗവാനും മാത്രമായിട്ടൊരു 10 മിനിറ്റ് വയ്ക്കുക. ആ 10 മിനിറ്റിൽ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ ജപിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തോട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാം, ഇല്ലെങ്കിൽ രണ്ടും കൂടി ചെയ്യാം. പക്ഷേ മനസ്സ് ഏകാഗ്രതമായിരിക്കണം, ഷാർപ്പായിരിക്കണം. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പറ്റണതല്ല. പക്ഷെ നിങ്ങൾ ചെയ്ത് പോയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഏകാഗ്രത, നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യണത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ കൂടുതൽ ഷാർപ്പാവും. നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്ന് എന്ത് വേണം എന്നുള്ളത് ഒറ്റയടിക്ക് പിക്ക് ചെയ്തെടുക്കാവുന്നുള്ള ഷാർപ്പ്നെസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ജീവിതത്തിൽ ആ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ ഒന്നുകിൽ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ഏറ്റവും അവസാനം എല്ലാ പ്രവർത്തനങ്ങളും വർക്കുകളെല്ലാം കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നിങ്ങളും ഭഗവാനായിട്ടും മാത്രം മാറ്റി വയ്ക്കുക. നിങ്ങൾ ദിവസവും അത് ചെയ്തു നോക്കിയേ, നിങ്ങളുടെ ഷാർപ്പ്നെസ് കൂടി വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നിങ്ങളുടെ അടുത്തടുത്ത ദിവസങ്ങൾക്ക് ഊർജം കിട്ടും, നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്ര എളുപ്പമാക്കാം. ആ ഒരു റെസിപ്പി, ആ സീക്രട്ട് റെസിപ്പി നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വന്നു ചേരും. അപ്പോൾ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെയുള്ള യാത്രകൾ നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഇത്ര ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും സംസാരിക്കാം. കാരണം നമ്മുടെ ചാനലാണ്, എനിക്ക് ഒഴിവുള്ള സമയത്ത് വന്നിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നേരത്തെ പറഞ്ഞു, ഉപദേശിക്കാൻ പറ്റുന്ന അറിവുള്ള ഒരാളല്ല ഞാൻ. പക്ഷെ ഞാൻ സഞ്ചരിച്ച വഴിയിലൂടെ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ വായിച്ച അറിവുകളുണ്ട്, അല്ലെങ്കിൽ ഭഗവാൻ എന്നെ കൈപ്പിടിച്ച വഴികളിലൂടെ എനിക്ക് കാണിച്ചു തന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളായിട്ട് നിങ്ങളായിട്ട് വീണ്ടും ഒന്ന് സംസാരിക്കാം. ഇത് ഒരുപാട് പേരുടെ ഒരു മെസ്സേജാണ്. പുതിയ അധ്യയന വർഷത്തിലേക്ക് പോകുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന, ഒരു സ്നേഹപ്രകടനം വേണം എന്നുള്ള എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ വന്നിടുക, അപ്പോൾ ഞാനത് തുടർന്ന് പോകാം. അല്ല അത് അത്ര ആവശ്യമില്ല എന്ന് പറയണമെങ്കിൽ അതും പറയാം. അപ്പോൾ ഞാൻ പിന്നെ വീഡിയോയിൽ ഇടാതിരിക്കാം. എന്തായാലും ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു രീതിയാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. ഒരുപാട് പേരുടെ മെസ്സേജ് വന്ന കാരണമാണ് ഇത് ചെയ്യുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ സ്റ്റുഡിയോ ഉണ്ട്, സൗകര്യങ്ങളുണ്ട്, അതുകൊണ്ട് പറയുന്നു എന്ന് മാത്രം. എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ അത് നിങ്ങൾക്ക് ഗുണകരമായി മാറണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹത്തിൽ നടക്കട്ടെ. എന്തായാലും പുതിയ അധ്യയന വർഷത്തിലേക്ക് സഞ്ചരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക്
എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക്, എൻ്റെ അനിയന്മാർക്ക്, എൻ്റെ സഹോദരന്മാർക്ക്, സഹോദരിമാർക്ക്, എല്ലാവർക്കും എൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ഭഗവാന്റെ അനുഗ്രഹം, ആ സീക്രട്ട് റെസിപ്പി നിങ്ങളുടെ ജീവിതത്തിലും കിട്ടട്ടെ. അതിനുവേണ്ടി നിങ്ങളും ശ്രമിക്കുക. വെറ്റുവേൽ മുരുകനക്ക് ഹരോഹര, ജ്ഞാനവേൽ മുരുകനക്ക് ഹരോഹര, ജ്ഞാനദണ്ഡായുധ പാണിക്ക് ഹരോഹര, വീരവേൽ മുരുകനക്ക് ഹരോഹര. ജയ് പൈനാണ്ടവ. ഓം ശരണഭവായ നമഃ.